Hello friends, welcome back to welmotech. It's me Ashraf from Sambil. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഫംഗ്ഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, അതായത് നമുക്ക് കോപ്പി ആൻഡ് ഫിൽ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡേറ്റ നമ്മൾ പല ഡേറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡേറ്റ കോപ്പി ചെയ്യാനും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യാനും ആവശ്യം വരാറുണ്ട്. സോ ഈ സമയത്തൊക്കെ നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതിൽ ഏതൊക്കെ രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതൊക്കെ മെത്തേഡുകളുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡേറ്റ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടെ അതിനുള്ള ഷോർട്ട് കട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുൻപ് പറയാം, ഇൻ കേസ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അതോടുകൂടി ഞങ്ങൾ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയും കറക്റ്റായിട്ട് നിങ്ങൾ കാണുകയും നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓരോരോ വ്യക്തിക്കും പേഴ്സണൽ ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ട്രെയിനറെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് 0 മുതൽ എന്താണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് എക്സ്പെർട്ട് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് കോപ്പി ആൻഡ് ഫിൽ ട്രിക്സ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഡേറ്റ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അതായത് കുറച്ച് രാജ്യങ്ങൾ, ആ രാജ്യത്തിന്റെ കറൻസീസ്, ആ കറൻസി ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് അവരുടെ ഒരു കറൻസിക്ക് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ, അതുപോലെ US ഡോളറിന്റെ വാല്യൂ എത്രയാണ്. ഈ ഒരു ചെറിയ ഡേറ്റ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഡേറ്റയാണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് കോപ്പി പേസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടി വരിക. ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തുള്ള ഒരു ഡേറ്റ അത് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് ഇവിടെ ഉള്ളത് ആ ഒരു ഡേറ്റ കംപ്ലീറ്റ്ലി നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ലഭിക്കണം. അതിനായിട്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു ഡേറ്റ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം മാനുവൽ ഓപ്ഷൻ, നിങ്ങൾക്ക് നോർമൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടാബിന്റെ അണ്ടറിൽ താഴെ കോപ്പി എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം എവിടെയാണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെയാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ആ ഒരു ആവശ്യമുള്ള സെല്ല് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കോപ്പി ചെയ്തതിന്റെ തൊട്ടടുത്ത് തന്നെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഈ ഒരു ടാബ്, ഇതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കോപ്പി ചെയ്ത ഡേറ്റ നമുക്ക് ലഭിക്കും. സോ ഇതാണ് നോർമൽ കോപ്പി പേസ്റ്റ്. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ഡേറ്റ അവിടെ തന്നെ ഇരുന്നോട്ടെ. ആദ്യം നമ്മൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. ഡേറ്റ മുഴുവനായ ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എന്റെ വിർച്വൽ കീബോർഡിൽ കാണിച്ചു തരാം. സോ ഡേറ്റ മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച്, നമുക്ക് 2 കൺട്രോൾ ബട്ടൺ ഉണ്ട്, ഇതിലേതും നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ C ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ ആ ഒരു ഡേറ്റ കോപ്പി ആവും. അതിനുശേഷം നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യാനുള്ളത്, ഇത്തവണ ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുകയാണ്. അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഇവിടെ പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് പകരമായിട്ട് ഷോർട്ട് കട്ട്, കീബോർഡ് ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വി എന്ന് പറയുന്ന ബട്ടൺ ഒരു തവണ ക്ലിക്ക് ചെയ്യും. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുൻപ് ലഭിച്ചതുപോലെ തന്നെ ആ ഒരു ഡേറ്റ ഇവിടെ പേസ്റ്റ് ആയി ലഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് ബേസിക് കോപ്പി ആൻഡ് പേസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ചില സമയത്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണോ ആ ഒരു ഡേറ്റ ഉള്ളത് അതുപോലെ ആയിരിക്കില്ല നമുക്ക് പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യമുള്ളത്. സോ എക്സാമ്പിൾ ആയിട്ട് ആദ്യത്തെ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ ഒരു എൻറ്റയർ ടേബിൾ ഡേറ്റ എല്ലാം ഉണ്ട്. ഇത് പക്ഷെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കിതിന്റെ ഫോർമാറ്റുകളൊന്നും ആവശ്യമില്ല. ഇതിനകത്തുള്ള ഡേറ്റ മാത്രമാണ്, വാല്യൂസ് മാത്രമാണ് എനിക്ക് ആവശ്യമെന്ന് വെക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം,
കോപ്പി ചെയ്യേണ്ട ഡേറ്റ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ കീബോർഡിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ Ctrl+C, അല്ല എങ്കിൽ ഇവിടെ കോപ്പി ബട്ടൺ ഹോം ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലുള്ള കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. അതിനുശേഷം നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പേസ്റ്റിന്റെ താഴെ തന്നെ, പേസ്റ്റ് ബട്ടന്റെ താഴെ തന്നെ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് കണ്ടീഷൻസ് കൊടുത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലം സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു സെല്ലിലാണ് എന്റെ കഴ്സർ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു പേസ്റ്റ് സ്പെഷ്യലിനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് അതിൽ താഴെ പേസ്റ്റ് വാല്യൂസ് എന്ന് കാണാൻ സാധിക്കും. അതിന് താഴെ വാല്യൂസ് എന്ന് കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡേറ്റ എന്താണോ ഈ ഡേറ്റയിലുള്ള വാല്യൂസ്, ആ വാല്യൂസ് മാത്രം നമുക്ക് ഇങ്ങോട്ട് പേസ്റ്റ് ആയി ലഭിക്കും. ഇതിന്റെ ഫോർമാറ്റ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് ഫോർമാറ്റിൽ ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ റുപ്പീസ്, INR സിമ്പിൾ, അതുപോലെ US ഡോളറിന്റെ സിമ്പിൾസ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന് പകരം ഡയറക്റ്റ് വാല്യൂ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ സിമ്പിൾസും കാര്യങ്ങളും കൂടെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. തൽക്കാലം നമുക്ക് ഇത്തവണ ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് സ്പെഷ്യലിൽ പോവുക. വാല്യൂസിന്റെ കൂടെ തന്നെ വാല്യൂ ആൻഡ് നമ്പർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, പേസ്റ്റ് വാല്യൂസിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസും അതിന്റെ കൂടെ തന്നെ നമ്പർ ഫോർമാറ്റിംഗും നമുക്ക് ലഭിക്കും. പക്ഷേ ഇതിന്റെ ടേബിൾ ഫോർമാറ്റ്, കളേഴ്സ്, ബോർഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. സോ അവസാനമായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു ഓപ്ഷനും കൂടിയാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡേറ്റ നമുക്ക് വെർട്ടിക്കൽ ഉള്ള ഡേറ്റയാണ്, വെർട്ടിക്കൽ രൂപത്തിലുള്ള ഡേറ്റയാണ്. ഇൻ കേസ് നമുക്കിത് ഹോറിസോണ്ടൽ രീതിയിലേക്ക് മാറ്റണം, നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഹോറിസോണ്ടൽ രീതിയിലാണ് ആവശ്യം എങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. സോ നമുക്കിപ്പോ ഇതിന്റെ ഹെഡിങ് മുകളിലാണ്, അതിന്റെ ഡീറ്റെയിൽസ് വെർട്ടിക്കൽ രൂപത്തിൽ താഴേക്കാണ്. സോ ഡേറ്റ മുഴുവൻ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്തവണ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് സ്പെഷ്യൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് പേസ്റ്റ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ അവസാനത്തെ ഒരു ഓപ്ഷനായിട്ട് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ട്രാൻസ്പോസ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലുള്ള ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ ഹോറിസോണ്ടലിൽ ലഭിക്കുന്നതാണ്. സോ ഇപ്പോൾ ഹെഡിങ് നിങ്ങൾ കാണാൻ സാധിക്കും, ലെഫ്റ്റ് സൈഡിലാണ്, അതിനുശേഷം റൈറ്റിലേക്കാണ് അതിന്റെ ഇൻഫർമേഷൻസ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ രൂപത്തിലുള്ള ഡേറ്റ ഹോറിസോണ്ടലിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഹോറിസോണ്ടലുള്ള ഡേറ്റ നിങ്ങൾക്ക് വെർട്ടിക്കലിൽ ചേഞ്ച് ചെയ്യാനും നമുക്ക് സെയിം ഓപ്ഷൻ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോ നമുക്ക് ഓൾറെഡി ഹോറിസോണ്ടലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യൽ ബട്ടണിൽ പോയി സെയിം ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോറിസോണ്ടലുള്ള ഡേറ്റ വെർട്ടിക്കലിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നമ്മുടെ കോപ്പി ആൻഡ് ഫിൽ ട്രിക്സിൽ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ബാലൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിന്റെ ലെങ്ത് അധികം കൂടുതൽ പോകണ്ട, കാരണം കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ ആളുകൾക്ക് കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 15-20 മിനിറ്റിനൊക്കെ വീഡിയോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവർക്ക് നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ആ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഈ ഒരു എപ്പിസോഡ്. ഇനിയും നമുക്ക് കോപ്പി ആൻഡ് ഫിൽ ട്രിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്. ഇത് നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ ബാലൻസ് കാര്യങ്ങൾ പഠിക്കാനായിട്ട് അടുത്ത വീഡിയോ മറക്കാതെ കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്ലീസ് ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ലൈക്കിന്റെ എണ്ണം നോക്കിയിട്ട്, നിങ്ങളുടെ കമന്റിൽ എന്താണോ നിങ്ങൾ കമന്റിൽ എഴുതുന്നത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് അടുത്ത വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാലൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുന്നത്. സോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബാലൻസ് ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് അഷ്റഫ് മുസമ്മിൽ സൈനിങ് ഔട്ട് ഫ്രം വെൽമോടെക്. സീ യു അഗൈൻ സൂൺ.